മീഡിയസിലേക്ക് സ്വാഗതം. കൂലി സിനിമയുടെ റിവ്യൂ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ്. ആദ്യ പകുതി മികച്ചതെങ്കിൽ സെക്കൻഡ് ഹാഫ് അടിപൊളിയായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറിയ പങ്ക് പ്രേക്ഷകരും പറയുന്ന ഒരു കാര്യം. എന്തായാലും കൂലി സാധാരണ രീതിയിൽ വരുന്ന ലോകേഷ് കനകരാജ് ചിത്രങ്ങളെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ബ്ലോക്ക് ബസ്റ്റർ ആകുന്നു. 50 വർഷം തികയ്ക്കുന്ന രജനീകാന്തിൻ്റെ ഈ ഒരു ചിത്രം അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ സക്സസ് മൂവിയിലേക്ക് എത്തിപ്പെടും എന്നുള്ളത് തന്നെയാണ് പ്രേക്ഷകരുടെ ആദ്യ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും സ്ക്രീൻ പ്ലേ, മ്യൂസിക്, ഡയറക്ഷൻ, എല്ലാവരുടെയും പെർഫോമൻസ് സ്റ്റണ്ണിങ് എന്ന് തന്നെയാണ് പറയുന്നത്. ഹൈ ലെവൽ പെർഫോമൻസ് ഫ്രം സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്നാണ്. ഉലകക്ക് മറ്റും ഒരേ ഒരു സൂപ്പർ സ്റ്റാർ ഇരിക്കുന്നത്, അത് രജനി സാർദാൻ എന്ന് പറയാം. അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ കേരളത്തിൽ പോലും സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്ന് എഴുതി കാണിക്കുമ്പോൾ തീ പടരുകയാണ് തിയേറ്ററിൽ എന്ന് തന്നെ പറയാം. അത് തെലുങ്കിലാണേലും കർണാടകയിലാണേലും എല്ലായിടത്തും അത് തന്നെ. തമിഴ്നാട്ടിൽ മാത്രമല്ല രജനി ഫാൻസ് എന്നുള്ളതാണ്. അത്ര ഗംഭീരമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിനെ ആളുകൾ, അത്ര ഇഷ്ടത്തോടെയാണ് ആളുകൾ അദ്ദേഹത്തെ കാണുന്നത്. എന്തായാലും രജനീകാന്ത് ലോകേഷ് കനകരാജ് സിനിമ വരുമ്പോൾ അത് രജനി സ്റ്റൈലിലുള്ള ഒരു ചിത്രമായി മാറുന്നു. അല്ലെങ്കിൽ സാധാരണ ലോകേഷ് കനകരാജിൽ നിന്ന് വ്യത്യസ്തത അത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഒരു ഫാൻറ്റാസ്റ്റിക് ജോബ് എന്ന് തന്നെ പറയാം. എന്താണേലും നല്ല ലെവലിലുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് ഹാഫിനെ കുറിച്ചുള്ള പ്രേക്ഷകരുടെ ഭൂരിഭാഗം ആളുകളുടെയും പ്രതികരണം ഒരേപോലെ തന്നെയാണ്. മികച്ച ഒരു ഫസ്റ്റ് ഹാഫ്, ഒരു തുള്ളി ലാഗോ ഒരു കാര്യങ്ങളുടെ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ ഗുഡ് മിക്സ് ഓഫ് മാസ് ആൻഡ് ലോഗീസ് പ്ലോട്ട് ട്വിസ്റ്റുകളാണ്. ഇതിനകത്തിൽ പ്രകടനങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് രജനീകാന്ത് ആണെങ്കിൽ പിന്നെ അങ്ങോട്ട് സ്ക്രീൻ പ്രസൻസ് കൊണ്ടും സ്ക്രീനിൽ അഴിഞ്ഞാടിയിരിക്കുന്നത് നാഗാർജുനയാണ്. മലയാളത്തിൻ്റെ സൗബിൻ ഇനി ചെന്നൈയുടെ മുത്തായി മാറുമെന്ന് തന്നെയാണ് ഏറെയും പ്രേക്ഷകർ പറയുന്നത്. അമ്മാതിരി കൊലത്തൂക്കാണ് സൗബിൻ്റെ കയ്യിൽ നിന്ന് വരുന്നത്. മാസ് സീൻസ് സെക്കൻഡ് ഹാഫിൽ വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് രജനീകാന്ത് ഒരു സംഭവം എന്ന് തന്നെയാണ് കണ്ടിറങ്ങുന്നവർ പറയുന്നത്. അതായത് ഇതുവരെ കണ്ട നായകന്മാരിൽ നിന്ന് ഏറെ വ്യത്യസ്തത പുലർത്തുന്നത് രജനിയുടെ പ്രസൻസ് തന്നെയാണ്. ബാക്കി ആര് വരുന്നത് പോലെയല്ല, ഇത് ഒരു രാവണൻ തന്നെയാണ് എന്ന് തന്നെ പറയാം. എന്തായാലും മാസ് സീൻസ് കത്തിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയുന്നു. അങ്ങനെ ഒരുപാട് പേർ തകർക്കാൻ ശ്രമിക്കുമ്പോഴും ഈ ഒരു സിനിമ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, രജനീകാന്തിൻ്റെ വമ്പൻ ഹിറ്റിലേക്ക് കടക്കുന്ന ഒരു സിനിമയായി മാറുകയാണ്. എങ്ങും ടിക്കറ്റ് കിട്ടാനില്ലാത്ത ഒരു കാര്യങ്ങളിലേക്ക് കടക്കുന്നു. ആദ്യ ഷോ കഴിയുമ്പോഴത്തേക്ക് വലിയ രീതിയിൽ ഡീഗ്രേഡേഴ്സ് എത്തുമ്പോൾ ഇവിടെ തിയേറ്ററുകൾ നോക്കുമ്പോൾ നിറഞ്ഞു കവിയുന്നു എന്നുള്ളതാണ്. ഇതിനോടൊപ്പം തന്നെ വേൾഡ് വൈഡ് ആയിട്ട് 183 കോടിയാണ് സിനിമ ആദ്യ വാരത്തിലേക്ക് നേടിയിരിക്കുന്നത് പ്രീസെയിലൂടെ. എങ്കിൽ ആദ്യ ദിനം സിനിമ 100 കോടിക്ക് മുകളിലുള്ള പ്രീസെയിൽ നേടി. ആദ്യ ദിനം 200 കോടി എത്തുമോ എന്നുള്ളതാണ്. 150 കോടി എന്നുള്ള മാർക്ക് ആളുകൾ പറഞ്ഞിട്ടുണ്ട്.